നീ കഴിക്കുകയോ വഴികളില്ല പിന്നാണ ഭാരത്തോടെ നീ കഴിക്കുകയോ നമ്മുടെ പാദം ചേരുകി പിന്നതിന്റെ ചേരുകി നമ്മുടെ പാദം ചേരുകി പിന്നതിന്റെ ചേരുകി നല്ല സമയം യേശു വിളിച്ചിരുന്നു. വീടും നിലപ്പോഴും കണ്ണീരുമുറ്റോടും എത്തിയ വീടും നിലപ്പോഴും കണ്ണീരുമുറ്റോടും കൂടി കൂടി ജീവൻ കൂടെ വരാതെ കൂടി കൂടി ജീവൻ കൂടെ വരാതെ നല്ല സമയം യേശു വിളിച്ചിരുന്നു. ഉന്നതമായ സമം അരുമങ്ങാതെ നയത്തുന്നേ ഉന്നതമായ സമം അരുമങ്ങാതെ മഴത്തുന്നേ മരണമൊന്നാലും നിരുമേ മറക്കടേ മരണമൊന്നാലും നിരുമേ നല്ല സമയം യേശു വിളിച്ചിരുന്നു. വാനത്തുകീഴെ ഭൂമിയുടെ വനവനേശുമാനമേ വാനത്തുകീഴെ ഭൂമിയുടെ വനവനേശുമാനമേ രക്ഷിക്കാൻ മാർഗം വേറെയില്ല രസലേശു തമ്പഴി രക്ഷിക്കാൻ മാർഗം വേറെയില്ല രക്ഷകരേശു തമ്പഴി വരുവീരി നല്ല സമയം യേശു വിളിച്ചിരുന്നു. പാപം വ്യാധിയും മറകൊയില്ലാതലീനവും പാപം വ്യാധിയും മറകൊയില്ലാതലീനവും ചുവന്നുതന്നെ സൗഖ്യമാക്കി നടിക്കുന്നവരാ ചുവന്നു നിന്നെ സൗഖ്യമാക്കി നടിക്കുന്നവര വഴി നല്ല സമയം
നിന്നെ യേശു വിളിച്ചിരുന്നു. സത്യവചനം നിത്യജീവനം നിനക്ക് സത്യവചനം കേൾക്കുക നിത്യജീവനം നിനക്ക് ജീവ പുസ്തകത്തിൽ ജീവ പുസ്തകത്തിൽ നല്ല സമയം വിളിച്ചിരുന്നു. നല്ല സമയം വിളിച്ചിരുന്നു. എല്ലാ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നിങ്ങളുടെ വചനം അറിയിക്കുന്നു. നമ്മുടെ സമൂഹം നേരിടുന്ന വലിയ വിപത്തിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ സന്ദേശമാണ് നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് ആ സന്ദേശം കൈമാറുന്നതിനായിട്ട് കർത്താവിൽ പ്രസിദ്ധമായിട്ടുള്ള ബഹുമാനായ സുവിശേഷൻ സാറിനെ ഞങ്ങൾ അതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. കോട്ടയം ജംഗ്ഷൻ വിവിധ വ്യാപാര സമുച്ചയങ്ങൾ അതുപോലെ ഓട്ടോറിക്ഷയിൽ സേവനം ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരന്മാർ, വഴിയാത്രക്കാരാക്കി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ശബ്ദപരിധികളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹ വന്ദനങ്ങൾ പ്രാരംഭമായി ഞങ്ങൾ അറിയുന്നു. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അതിപ്രധാനമായി എന്റെ ഓർമ്മയിൽ മടങ്ങി വരുന്നത് കൂറ്റിക്കൽ പ്രദേശങ്ങളുണ്ടായ ഒരു ഉരുൾപൊട്ടലിന് അനുബന്ധമായി ഈ സ്ഥലത്തുണ്ടായ സർവനാശ സമയത്താണ്. അന്ന് ഞങ്ങൾക്ക് ഒരു ടീമായി ഇവിടെ കടന്നു വരുവാനും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരായ നിങ്ങൾ അനേക ആളുകളെ നേരിട്ട് കാണുവാനും ഞങ്ങളുടെ പരിമിതിക്കകത്ത് ഞങ്ങൾക്ക് ചില ശുശ്രൂഷകൾ ചെയ്യുവാനും ഇടയായത് ഈ സമയത്ത് നന്ദിയോട് ഞങ്ങൾ ഓർക്കുന്നു. അന്നുണ്ടായ തകർന്ന താറുമാറായ അന്തരീക്ഷത്തിൽ നിന്ന് പുനർജീവിപ്പിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഈ കവലയിൽ, ഈ വഴികളും, ഈ പുഴയോരവും സമീപ പ്രദേശങ്ങളും ഉയർത്തപ്പെട്ടു എന്നുള്ളത് ഈ സ്ഥലത്തിന്റെ പ്രാധാന്യത വളരെയധികം ഉദ്ഘോഷിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു സത്യമാണ്. ഈ സമയത്ത് നമുക്ക് ആവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് ആത്മീയ സത്യങ്ങൾ ഞങ്ങൾ വിളംബരം ചെയ്യുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു സാമൂഹ്യ അവബോധനം എന്നുള്ള നിലയിൽ സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്, വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം, സാംസ്കാരിക സ്റ്റേറ്റ് എന്നെല്ലാം അറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തെ ഒരു മഹാവ്യാധി പോലെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വിപത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ആഗ്രഹത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ദിവസങ്ങളായി വർത്തമാന പത്രങ്ങൾ നമ്മൾ വായിക്കുകയും അതുപോലെ സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയായി നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മഹാസാമൂഹ്യ വിപത്താണ് നമ്മുടെ യുവ തലമുറ ആൺ പെൺ വ്യത്യാസമില്ലാതെ മയക്കുമരുന്നിനും കഞ്ചാവിനും MDMA പോലെയുള്ള രാസവസ്തുക്കൾക്കും അടിമകളായി അവര് നിശേഷം തങ്ങളുടെ ഭാവിയെ സ്വയം നശിപ്പിക്കുന്ന ഭയാനകമായിരുന്ന കാഴ്ച. സ്വന്തം മകൻ, അതും കൗമാരപ്രായമുള്ള മകൻ, തന്നെ പെറ്റുവളർത്തിയ മാതാവിന്റെ കഴുത്തെടുത്ത് കൊല്ലുന്നു. സ്വന്തം മകൻ തന്റെ സ്വന്തം സഹോദരിയെ, അതായത് ആങ്ങളെ പെങ്ങളെ ബലാത്സംഗം ചെയ്യുന്നു. അതുപോലെ അച്ഛനോട് കയർത്ത് അച്ഛന്റെ കഴുത്ത് അടുത്തും കല്ലുകൊണ്ട് നെഞ്ചത്തിടിച്ചും അച്ഛനെ കൊല്ലുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വാസ്തവത്തിൽ
നമ്മുടെ അത് ബാല്യകാലത്ത് അപൂർവമായി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളെയൊക്കെ പള്ളിയെ പോലെ ഞങ്ങളും ബാല്യം, കൗമാരം, യൗവനം ഇത് മറികടന്നാണ് 60+, അതായത് 60-അപ്പുറത്തുള്ള സീനിയർ സിറ്റിസൺ ഏജിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കളുടെ മുമ്പാകെ നിവർന്നു നിന്ന് മുഖത്തു നോക്കി അത്യാവശ്യത്തിന് 10 രൂപ കടം ചോദിക്കാൻ പോലും ആ കാലത്ത് പേടിയായി. അതിന് ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നത് ആ കാലഘട്ടം ഇങ്ങനെയുള്ള മാതാവിനെയാണ്. അമ്മയെ നിർബന്ധിച്ച് അച്ഛനെ കൊണ്ട് 5 രൂപ വേണമെങ്കിൽ ഭയാശങ്കയോട് വാങ്ങിയിരുന്ന ആ കാലം എല്ലാം ഓടിപ്പോയി. ഇന്ന് നമ്മുടെ യുവതലമുറ എങ്ങോട്ടാണ് പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആശയില്ലാത്ത, പ്രത്യാശയ്ക്ക് വകയില്ലാത്ത, വളരെ ദുഃഖകരമായ ഒരു സാമൂഹിക വ്യവസ്ഥിതിക്കും വിദ്യാഭ്യാസ വ്യവസ്ഥിതിക്കും സാംസ്കാരിക വ്യവസ്ഥിതിക്കും മനഃശാസ്ത്ര വിചക്ഷണന്മാർക്കും സാമൂഹിക പരിഷ്കർത്താക്കൾക്കും ആർക്കും തന്നെ നന്നാക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ യുവതലമുറ വഴിതെറ്റി ആടി അലിഞ്ഞ് ഉയർന്നു. ഇവിടുത്തെ ഹൈസ്കൂളുകൾ, അതുപോലെ കോളേജ് മുതലായ സ്ഥലങ്ങളിൽ അതിന് സമീപമുള്ള കടകളിലൊക്കെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ് വകുപ്പും അരിച്ചു പറക്കി അവിടെയെങ്ങാനും കഞ്ചാവോ അതുപോലെ MDMA ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ടോ? അവിടെ വന്ന് ആരാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കുന്നത്? ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കും അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും, നിഷ്കളങ്കരായ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മധ്യേ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ആളുകൾ ആരാണ്? അവരെയൊക്കെ കണ്ടെത്തുവാൻ ബഹുമാനപ്പെട്ട എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും വളരെ ഗൗരവത്തോടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതിന് ഉത്തരവ് കൊടുത്തിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ യുവതലമുറയെ നമ്മൾ സ്കൂളുകളിലേക്ക് അയക്കുന്നു. നമ്മൾ ഓമനിച്ചു നമ്മുടെ പിഞ്ചോമനുകളെ നമ്മൾ സ്കൂളുകളിലേക്ക് അയക്കുമ്പോൾ അവിടെ MDMA പോലെ, പഞ്ചസാരയുടെ തരി പോലെ, ഉപ്പിന്റെ തരി പോലെ ഒരു ചെറിയ വെളുത്ത സാധനം കടലാസിൽ പൊതിഞ്ഞോ നഖത്തിന്റെ ഇടയിലോ കൈമാറ്റം ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊരാൾ അതിലല്പം അവരുടെ നാവിന്റെ അടിയിലിട്ട് കഴിഞ്ഞാൽ, സമീപകാലത്താണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മോട്ടിവേഷൻ സ്പീച്ച് നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രാമേന്ദ്രൻ സാർ അദ്ദേഹം കുട്ടികൾക്കായി ചെയ്ത ഒരു സ്പീച്ച് എന്നെ ഹൃദാകർഷിച്ചു. ഇത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടകം അത് കേട്ട് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അവർ പറയുക, ഒരു പ്രാവശ്യം ഒരു വിദ്യാർത്ഥി ഈ MDMA പോലെയുള്ള ഈ വിഷദ്രാവക വസ്തു ഒരു തരി അവരുടെ നാക്കിന്റെ അടിയിലിട്ടാണ്, അതല്ലെങ്കിൽ മയക്കുമരുന്ന് മാസ്മരിക ശക്തിയുള്ള ഈ മരുന്ന് ഒരു പ്രാവശ്യം സിരകളിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുകയാണ്, 24 മണിക്കൂറിനുള്ളിൽ ഇത് എടുക്കുന്ന വിദ്യാർത്ഥികൾ തികച്ചും മാസ്മരികമായ നിലയിൽ ഈ പറയപ്പെട്ട മയക്കുമരുന്നിന്റെ മായാ വലയത്തിൽ അമർന്നിരിക്കും. ലോകത്തിൽ ആർക്കും അവനെയോ അവളെയോ രക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. 24 മണിക്കൂറിനുള്ളിൽ 7 മണിക്കൂർ കഴിയുമ്പോൾ അന്തരീക്ഷത്തിൽ കൂടി പക്ഷി പറക്കുന്ന പോലെയുള്ള അനുഭൂതിയാണ് ഇത് എടുക്കുന്ന ആളുകൾക്കുണ്ടാകുന്നത്. ഏതോ ഒരു മാസ്മരികമായ ലോകത്തേക്ക് എടുക്കപ്പെട്ട അനുഭൂതിയെ പ്രദാനം ചെയ്യുന്ന ഈ വിഷവസ്തു സിരകളിലേക്ക് ആവഹിക്കുകയോ നാക്കിന്റെ അടിയിൽ അത് ഇടുകയോ ചെയ്താൽ ഉണ്ടാകുന്ന നൈമിഷികമായ സുഖരതികൾക്ക് വേണ്ടി എന്ത് ഹീനപരമായ കൃത്യം ചെയ്തു നമ്മുടെ കുഞ്ഞുങ്ങൾ പണമുണ്ടാക്കുവാനും ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെയുള്ള MDMAയ്ക്കും അടിമകളായി തരുവാനും അവർ വ്യഗ്രത കാണിക്കുന്നു. ഇതൊരു സാമൂഹ്യ തിന്മയാണ്. ഏറ്റവും ഭയാനകമായി നാം ഭയപ്പെടേണ്ട ഒരു മാരക വ്യാധിയാണ്. ക്യാൻസറിനേക്കാൾ അധികം മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്ന ഈ മഹാവ്യാധിയെ പിടിച്ചെടുക്കുവാൻ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക്, നമ്മുടെ നിയമ വ്യവസ്ഥയ്ക്ക്, അതുപോലെ നിയമപരിപാലകരായിരുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു പരിധിവരെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിശയിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിൽക്കുമ്പോൾ അവരുടെ സ്കൂൾ ബാഗ് തുറന്ന് അതിനകത്തുള്ളത് എന്താണെന്ന് പരിശോധിക്കുവാൻ മാതാപിതാക്കൾ അത്രമാത്രം നിർബന്ധിതരാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആസുരമായ ഭാവിയെ തകർത്ത് പരിപ്രമാക്കുന്ന ഇതുപോലെയുള്ള പൈശാചികമായിരുന്ന പരിശ്രമങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായി കണ്ടെത്തി അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നാളെയുള്ള നാളുകളിൽ കൊലപാതകങ്ങളും കൂട്ടബലാത്സംഗങ്ങളും ഈ ദൈവത്തിന്റെ പ്രതീക്ഷ എന്ന് വിളിക്കപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ
ഇപ്പോൾ തന്നെ 10 മടങ്ങ് 50 മടങ്ങ് വളർന്ന് വർദ്ധിച്ച് സാമാന്യ ബോധമുള്ള മനുഷ്യരോട് ജീവിക്കാൻ കഴിയാത്ത ദുസ്ഥിതി സംജാതമാകും എന്നൊരു സന്ദേഹമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമയം, സാവകാശങ്ങൾ, ആരോഗ്യം, ധനം ഇതെല്ലാം ചെലവഴിച്ചുകൊണ്ട് ഇതുപോലെയുള്ള നാൽക്കവലകളിൽ ഞങ്ങള് ആളുകൾക്ക് സാമൂഹ്യമായി അവബോധനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം മഹാവിപത്തുകളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യന്റെ സാമൂഹ്യ വ്യവസ്ഥകൾക്കോ വിദ്യാഭ്യാസത്തിനോ മനഃശാസ്ത്രത്തിനോ സാംസ്കാരികതയ്ക്കോ അല്ലെങ്കിൽ മനുഷ്യൻ മുടക്കുന്ന മുതൽമുടക്കുകളായ ബഹുലമായ സാമ്പത്തിക മുതൽമുടക്കുകൾക്കോ ഒന്നും സമ്പൂർണമായി സാധിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളിൽ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ല അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സമീപകാലത്ത് ഞാൻ വിദ്യാസമ്പന്നനായിരുന്ന ഇവിടുത്തെ TRIPIT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ TRIPIT പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ഒരു മനുഷ്യന്റെ ദയനീയമായ കഥനകഥ ഞാൻ വായിച്ചു. അത് ഒരു ബഹുമാനപ്പെട്ട ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് അത് വിവരിച്ചത്. ഈ മനുഷ്യന് അതായത് ഒരിക്കല് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ കണ്ട ഒരു മനുഷ്യൻ, വളരെ വേഗത്തിൽ ഒരു മനുഷ്യൻ ഓടി തന്നെ മുമ്പിൽ നിന്ന് മറയുന്നതായി ഉൾവലിയുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. താടി വളരെ നീട്ടി വളർത്തിയിട്ടുണ്ട്, വളരെ മോശപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നു, മുടി നീട്ടി വളർത്തിയിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖം എവിടെയോ ഓർമ്മയിൽ വന്നിരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം വളരെ വേഗത്തിൽ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നോടുകൂടെ BSc-യിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ്സായ തന്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന സ്നേഹിതനാണ്. ദേഹമെല്ലാം മെലിഞ്ഞ് മുഖത്തിന്റെ ശോഭ നഷ്ടപ്പെട്ട് വളരെ നികൃഷ്ടമായ നിലയിൽ താടി വളർത്തി തലമുടി ഹിപ്പിയെ പോലെ വളർത്തി നികൃഷ്ടമായ വസ്ത്രം ധരിച്ച് അരസുബോധമുള്ളവനായി അതുപോലെ സുബോധം വളരെ നഷ്ടപ്പെട്ട മനുഷ്യയെ പോലെ അദ്ദേഹത്തെ കണ്ടു. ഇദ്ദേഹം ഓടിച്ചെന്നു അദ്ദേഹത്തെ ആശ്ലേഷിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുതുക്കി അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പറഞ്ഞ് പരിചയപ്പെടുത്തി. വേഗത്തിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ആവശ്യമായ പ്രഥമ ശുശ്രൂഷകൾ ചെയ്തു ഒരു ബോധവൽക്കരണത്തിനായി ശ്രമിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെന്റിന്റെ ചുമതലയിലുള്ള TRIPIT-യിൽ തന്നെ ഉയർന്ന ശമ്പള സ്കെയിലുള്ള ഒരു നിയമനം ലഭിച്ചു. ഒരു ഉന്നതമായ സ്ഥാനത്ത് അദ്ദേഹം ആരോപണാക്കപ്പെട്ടു. വളരെ ഉയർന്ന പേ അദ്ദേഹത്തിന് കിട്ടി. ഇപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്കായി. ദയനീയമായ നിലയിൽ ഇതിന്റെ ശരീരം ക്ഷയിച്ചു, മനസ്സ് തകർന്നു. വീട്ടില് അവന്റെ പിതാവിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ മകനെ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടെത്തി കൂട്ടിക്കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ ഒരു മകനില്ല എന്ന് ആ പിതാവ് ചങ്ക പിളർന്ന് ഈ പോലീസ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്താ കാലം അറിയാമോ? മയക്കുമരുന്നിന് അനുഭവപ്പെട്ടു പോയതാണ്. ബോംബെയിൽ ജോലിയിലായിരിക്കുമ്പോൾ കോളേജിൽ വെച്ച് അദ്ദേഹത്തിന്റെ സഹപാഠിയായ ഒരു വിദ്യാർത്ഥി ഒരു ബോംബെ ബീച്ചിൽ ഒരു ദിവസം യാദൃച്ഛികമായി ബീച്ച് സന്ദർശിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം അവരോട് പോയി. ആദ്യത്തെ ഒരു തരി മയക്കുമരുന്ന് അദ്ദേഹം മനസ്സോടെ എടുക്കുവാൻ സഹപാഠികളായ ആളുകൾ അദ്ദേഹത്തെ നിർബന്ധിച്ചു. തുടർന്ന് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മയക്കുമരുന്നിന് ലഹരിയില്ലാതെ ഒരു മിനിറ്റും കൂടെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു മാസ്മരിക ലോകത്തേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് തരംതാണ്. അന്നു മുതൽ അദ്ദേഹം ഭയാനകമായ നിലയിൽ ഈ മയക്കുമരുന്ന് അടിമയായി. തന്റെ വിദ്യാഭ്യാസം നശിച്ച്, തന്റെ കുടുംബത്തിന്റെ മാന്യത നശിച്ച്, തന്റെ മാതാപിതാക്കളുടെ അഭിമാനം നശിപ്പിച്ച്, തന്റെ സ്വന്തം ശരീരത്തെയും ജീവിതത്തെയും കുടുംബത്തെയും നശിപ്പിച്ച് അധപ്പതനത്തിന്റെ ഏറ്റവും വലിയ അടിത്തട്ടിലേക്ക് ഈ വിദ്യാസമ്പന്നനായ മനുഷ്യൻ നിബന്ധിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഇവിടെ വിദ്യാസമ്പന്നോ വിദ്യാവിഹീനോ, സംസ്കാരസമ്പന്നോ സംസ്കാരവിഹീനോ, അതുപോലെ സമ്പന്നനോ ദരിദ്രനോ, വിദ്യാഭ്യാസമുള്ളവരോ ഇല്ലാത്തവരോ ഇതൊന്നും വിഷയമല്ല. എല്ലാ മനുഷ്യരിലും ഈ നിലയില് ഉള്ള വളരെ ദുഷിച്ച പ്രവണതകൾ സ്ഥിതി ചെയ്യുന്നു. എന്താണ് ഇതിന്റെ അടിസ്ഥാനമായ കാരണം? മനുഷ്യൻ ഈ നിലയിലുള്ള വൈകല്യങ്ങൾ, പാപവൈകല്യങ്ങൾ, പാപസ്വഭാവങ്ങൾ അവൻ ചെയ്തുകൊണ്ടുകയും സമൂഹത്തിന് അനുഗ്രഹമായി നാളുകളിൽ ഈ നാടിന്റെ ഭാവി കെട്ടിപ്പടുക്കേണ്ട നമ്മുടെ യുവതലമുറക്ക് ഈ നിലയിലുള്ള ഭയാനകമായ അധപ്പതനം സംഭവിക്കുന്നതിന്റെ അടിസ്ഥാനമായ കാരണം എന്താണ് എന്ന് മനുഷ്യൻ കൂലങ്കക്ഷമായി ചിന്തിക്കേണ്ട കാലഘട്ടം അധിഗമിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, എന്താണ് ഇതിന്റെ കാരണം അറിയാമോ? ഇതിന്റെ കാരണം മനുഷ്യന് വിദ്യാഭ്യാസമില്ലാത്തതല്ല, സംസ്കാരമില്ലാത്തതല്ല, സാമൂഹ്യമായ ഡെവലപ്മെന്റുകളില്ലാത്തതല്ല. ഈ അടുത്ത കാലത്ത് എന്റെ വീട്ടിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു സ്നേഹിതന് 10 ദിവസത്തേക്ക് താമസിക്കാൻ വന്നു. അദ്ദേഹം ട്രെയിൻ വഴി യാത്ര ചെയ്ത് ചെങ്ങന്നൂരിനടുത്തുള്ള എന്റെ സ്ഥലത്ത് വന്നിട്ട്
എന്നോട് ദൈവം ചോദ്യം ചോദിച്ചു, സാറേ ഈ കേരളം കണ്ടപ്പോൾ ഇത് ഗൾഫ് പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. ഇവിടെ നിന്ന് ഒരൊറ്റ സാധാരണ വീട് കാണാറില്ല. അസാധാരണമായ പടുകൂറ്റ ബിൽഡിംഗ്, വിലപിടിപ്പുള്ള കാറുകൾ, അത് ഒരു വീട്ടിൽ 4-5 കാറുകൾ, വിദ്യാസമ്പന്നരായ ജനതകൾ, എല്ലാ നിലയിലും കേരളം അതിന്റെ ഔന്നത്യത്തെ പ്രാപിച്ചിരിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ റോഡുകളെ കുറിച്ച് ചിന്തിച്ചു. ഒരു കാലഘട്ടത്തിലെ കുണ്ടും കുഴിയും നിറഞ്ഞ് നമ്മുടെ ഈ റോഡ് ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഏകദേശം 600-700 കിലോമീറ്റർ ഞാൻ തെക്ക് മുതൽ വടക്ക് വരെ യാത്ര ചെയ്തു. നമ്മുടെ റോഡുകളെല്ലാം പരവതാനി വിളിച്ചു പോലെ മനോഹരമായ റോഡുകളാണ്. മറ്റ് ഇതര സംസ്ഥാനങ്ങൾക്കില്ലാത്ത വലിയ അഭിവൃദ്ധികളാണ് നമ്മുടെ സംസ്ഥാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായ മുന്നേറ്റങ്ങൾ, റോഡിന്റെ വികസനങ്ങൾ, അത് വ്യാപാര സ്ഥാപനങ്ങളുടെ വികാസ പ്രക്രിയകൾ, ഇൻഡസ്ട്രികൾ, പിന്നെ അതുപോലെ കോളേജുകൾ, സ്കൂളുകൾ, ആതുരാലയങ്ങൾ, ഇവയെല്ലാം അടിക്കടി വളർന്ന് വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് സമൃദ്ധിയായി കിട്ടുന്ന ഒരു കാലഘട്ടം. പക്ഷെ ഇവിടെ വരുന്ന കാര്യമായ ഒരു തകരാറ് സംഭവിച്ചിരിക്കുന്നു. എന്താണ് തകരാറ്? മനുഷ്യനെ കൊണ്ട് സകല സാമൂഹ്യ തിന്മയും ചെയ്യുന്ന അതിഭയാനകമായ ഒരു മാസ്മരിക നെഗറ്റീവ് എനർജി ജന്മസിദ്ധമായി ഏത് മനുഷ്യന് കുഴികൊള്ളുന്നു. എന്താണ് നെഗറ്റീവ് എനർജി? അതിന്റെ പേരാണ് പാപം. ഈശ്വര വിശ്വാസം അധിഷ്ഠിതമായ എല്ലാ മതങ്ങൾ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വാതന്ത്ര്യമനുസരിച്ച് നിങ്ങളുടെ മതങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾക്ക് അവകാശമാണ്. ഞങ്ങളാരും മതപ്രചാരകരോ, നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾ പ്രസംഗിക്കുന്ന മതത്തിലേക്ക് വരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് പറയുന്ന ആളുകളുമല്ല. ഞങ്ങൾ വാസ്തവത്തിൽ പ്രസംഗിക്കുന്നത് മതത്തെക്കുറിച്ചല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നത് മതചിന്തകൾക്ക് അതീതമായ ദൈവിക പ്രമാണത്തെക്കുറിച്ചാണ്. മനുഷ്യൻ അനിവാര്യമായി മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, ഒരു കാര്യം മനസ്സിലാക്കുക, മനുഷ്യന് എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റാരെയും കൊണ്ടും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു തികഞ്ഞ ശൂന്യത ഏത് മനുഷ്യന്റെയും ഹൃദയത്തിലുണ്ട്. ഏത് മനുഷ്യന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കൂ, സന്തോഷമില്ലാത്ത, സംതൃപ്തിയില്ലാത്ത, സമാധാനമില്ലാത്ത ഒരു മുഖച്ഛായ ഏത് മനുഷ്യനിലും അത് വളരെ നിഗൂഢമായിട്ടെങ്കിലും നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. എന്താണ് മനുഷ്യന്റെ അടിസ്ഥാനമായ പ്രശ്നം? അവന്റെ അടിസ്ഥാനമായ പ്രശ്നം അവന് പണമില്ല, വിദ്യാഭ്യാസമില്ല, സംസ്കാരമില്ല, വീടില്ല, കാറുകളില്ല, ജീവിത അനുകൂല സാഹചര്യങ്ങളില്ല എന്നുള്ളതല്ല. അവന്റെ അടിസ്ഥാനപരമായ പ്രശ്നം അവന് സമാധാനമില്ല, സന്തോഷമില്ല എന്നുള്ളതാണ്. അവന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് അവനെ കൊണ്ട് ഈ പറയപ്പെട്ട എല്ലാ സാമൂഹിക തിന്മകളും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവനിൽ വസിക്കുന്ന പാപമാണ്. പാപവും പാപകർമ്മോഹം പാപാത്മാ പാപസംഭവം എന്നാണ് എഴുത്ത്. അപ്പം ജന്മനാലും കർമ്മനാലും മനുഷ്യൻ പാപിയായ മനുഷ്യൻ. നമ്മുടെ നാട്ടിൽ പറഞ്ഞല്ലുണ്ട്, പാപി ചെല്ലുന്നതെല്ലാം പാതാളം. മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം എന്നാണ് ഒരിക്കലെ ഇടമറുകൾ അവർ പറഞ്ഞത്. അങ്ങനെയല്ല, മനുഷ്യൻ പാപിയാണ്. മനുഷ്യൻ പാപിയല്ലെങ്കിൽ ഇവിടെ വേണ്ടാത്ത 2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ഒന്ന്, ഇവിടെ പറയപ്പെടുന്ന ഈ കൂട്ടിക്കവരെയും ധാരാളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. വൈകിട്ട് 7, 8, 9 മണി വരെയാണ് നിങ്ങളുടെ കച്ചവടങ്ങൾ. അല്ലെങ്കിൽ 9 മണിയാകുമ്പോൾ ഈ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഇതിന്റെ ഷട്ടറടയ്ക്കും. ഷട്ടറിന് ശേഷം വളരെ കട്ടിയുള്ള 1, 2, 3 ഗോദ്രേജിന്റെ താഴുകൊണ്ട് ഇത് പൂട്ടും. ഇത് പൂട്ടിയിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് പോകുകയുള്ളൂ. ഓട്ടോറിക്ഷ ഓടിക്കുന്ന എന്റെ സ്നേഹിതന്മാരും ഞാൻ അടുത്ത കാലത്ത് 2-3 ഓട്ടോയിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഓട്ടോയുടെ ബാറ്ററി ഞങ്ങളോട് പൂട്ടിയിട്ടേക്കുന്നത്. ഞാൻ ചോദിച്ചത് ഈ ബാറ്ററി പൂട്ടിയിട്ടേക്കുന്നത്? അപ്പോൾ സാറേ, ഈ ബാറ്ററി ഒരിക്കൽ മോഷണം പോയി. ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനത്തിനായി ജീവിക്കുന്ന സ്നേഹിതന്റെ ഓട്ടോറിക്ഷയിൽ ഘടിപ്പിച്ചിരുന്ന ബാറ്ററിയും ഓടിച്ചുകൊണ്ട് ഏതോ കള്ളൻ പോയി. അപ്പൊ അത് പോയി. അതിനുശേഷം യാതൊരു ചട്ടക്കൂട്ടിലെ എഴുതി വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾ കൊണ്ടും സാങ്കല്പികമായിരിക്കുന്ന ആശയങ്ങൾ കൊണ്ടും മനുഷ്യന്റെ ശാശ്വതമായ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ കഴിയുകയില്ല. മനുഷ്യന്റെ പാപപ്രശ്നത്തിന് പരിഹാരം വരുത്താനായിട്ട് കഴിയുകയില്ല. ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രൈസ്തവ വിശ്വാസമായതുകൊണ്ട് ഞങ്ങളുടെ പള്ളികളിൽ വന്നാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്ന് ഞങ്ങൾ പറയുകയില്ല. മോക്ഷം നിലവാൻ, പാവം നിലവാൻ പാതിരികൾക്ക് സാധിക്കത്തില്ല, സന്യാസി വരേന്മാർക്ക് സാധിക്കത്തില്ല, മുനിമാർക്ക് സാധിക്കത്തില്ല, ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല. പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ലോകത്തിലെ ഒരു മനുഷ്യന്റെ യാതൊരു കർമ്മകാണ്ഡങ്ങൾ കൊണ്ടും മനുഷ്യന് സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ വാസ്തവത്തില് ഇവിടെ ബുദ്ധിവയസ്സാകുന്ന ആളുകളുടെ അപര്യാപ്തത കൊണ്ടാണോ ഇവിടെ ആളുകൾ ഈ നിലയിലുള്ള സകലവിധമായ അനിഷ്ടതകളും ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറയപ്പെട്ട എല്ലാ സാമൂഹ്യ തിന്മകളെയും മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്ന ഏതോ ഒരു നെഗറ്റീവ് എനർജി
മനുഷ്യനിലുണ്ട്, അതാണ് പാപം. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, ഇതാ ഞാൻ അകൃത്യത്തിലൂടെയായി പാപത്തിൽ എന്റെ അമ്മയെ നീ ഗർഭധരിച്ചു. പ്രിയ സ്നേഹിതരെ, കൂട്ടിക്കൽ നിവാസികളെ, ഞാനും നിങ്ങളും അതിന്റെ അസ്ഥിയും നസ്ഥയും മാംസം മാംസമായ സഹോദരി സഹോദരന്മാരെ, നാം എല്ലാവരും പാപികളാണ്. പാപം ഇല്ലാതെ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശരാജരായിട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അപ്പോൾ എല്ലാ മനുഷ്യനും പാപം ചെയ്തെങ്കിൽ പാപത്തിന് ന്യായമായൊരു വേതനമുണ്ടെന്ന് നമ്മൾ പറയുന്നു. എന്താണ് പാപത്തിന്റെ വേതനം? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും നിയമവ്യവസ്ഥയ്ക്ക് വിരോധമായുള്ള തെറ്റുകൾ ചെയ്താൽ ആ തെറ്റ് ചെയ്ത ആളുകളെ പോലീസ് വന്ന് പിടികൂടി അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അവരെ അവർക്കെതിരെ കേസ് തയ്യാറാക്കും. ഗൗരവമുള്ള വകുപ്പാണ് അവർ ലംഘിച്ചെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ പേരിൽ കോഡ് ഇത്രയും നമ്പർ അത് വെച്ച് പോലീസ് കേസ് കോടതിയിലേക്ക് ചാർജ് ചെയ്യും, പ്രതിയെ റിമാൻഡിലാക്കും. കാരണം ഇവിടെ ഒരു നിയമമുണ്ട്, നിയമവ്യവസ്ഥതയുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ ചെന്ന ശേഷം അവിടെ നിന്നുകൊണ്ട് അമേരിക്കയിലെ ആളുകൾക്ക്, അവിടുത്തെ പൗരന്മാർക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് വിരോധമായി മുദ്രാവാക്യം വിരോധിച്ച ചില ആളുകളെ അവിടുന്ന് ഗവൺമെന്റ് പായ്ക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതാത് രാജ്യങ്ങൾ, ഇന്ത്യയിൽ നിന്ന് അതാത് രാജ്യങ്ങളിലായി കുടിയേറി അവിടെ പാർത്തു വരുന്ന ഇന്ത്യയിലെ പൗരന്മാർ തങ്ങളായിരിക്കുന്ന രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ സമ്പൂർണമായി അനുസരിച്ചുകൊണ്ട് അതിനെ വിധേയപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് സർക്കുലർ പുറപ്പെടുവിച്ചു. നമ്മുടെ ഈ രാജ്യത്ത് നിൽക്കുവാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്യാനും നിയമത്തിന്റെ വ്യവസ്ഥയ്ക്കകത്തും സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ അതിർവരം കിടക്കുമ്പോഴാണ് അത് നിയമലംഘനമായി മാറുന്നത്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് അറേബ്യൻ നാടുകളിൽ പോയി ജോലി ചെയ്ത് കോടാനുകോടി പണം അറേബ്യൻ നാടുകളിൽ നിന്ന് പൊന്നാക്കി ഇവിടെ കൊണ്ടുവന്ന് സമ്പന്നരായി ജീവിക്കുന്നു. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ രാജ്യങ്ങളുടെ നിയമാവലി കൃത്യമായി അനുസരിച്ചുകൊണ്ട് വേണം നമ്മൾ അവിടെ ജീവിക്കാൻ. അല്ലെങ്കിൽ പോലീസ് നമ്മളെ ചോദ്യം ചെയ്യും, നമുക്കെതിരെ കേസ് ചാർജ് ചെയ്യും, കോടതിയില് വ്യവഹരിക്കപ്പെടും. നാം കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ കടുത്ത ശിക്ഷ നൽകും. ചില റിപ്പോർട്ട് ചെയ്തു എന്ന് പറയാം. ഞാൻ പറഞ്ഞതിന് കാരണം മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നം അവൻ പാപിയാണ് എന്നുള്ളതാണ്. പാപിയായ മനുഷ്യന് അവന്റെ പാപത്തിന്റെ ന്യായമായ ഒരു ശിക്ഷയുണ്ട്. ആ പാപത്തിന്റെ ന്യായമായ ശിക്ഷയാണ് മരണം എന്ന് പറയുന്നത്. ഇന്ന് വരെ മനുഷ്യ മസ്തിഷ്കത്തിന് പിടികൊടുത്തിട്ടില്ലാത്ത ഒരു പ്രതിഭാസം ഈ പ്രപഞ്ച സീമയിൽ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന്റെ പേരാണ് മരണം എന്ന് പറയുന്നത്. 3 അക്ഷരങ്ങളും ഒരനുസ്വാരമുള്ള ഒരു പദം മരണം. ശാസ്ത്രം ഉപയോഗിക്കൂ, ശാസ്ത്രമേ, എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? ശാസ്ത്രം പറയും പ്രകൃതിയുടെ പ്രകൃതിയാണ്. മതങ്ങളോട് ചോദിക്കൂ, മതങ്ങളെ, മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? മതങ്ങൾ മൗനം പാലിക്കും, ചോദ്യം ഉണ്ടാകും. വിശുദ്ധ ബൈബിളിനോട് ചോദിക്കൂ, മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? ബൈബിൾ പറയും പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവതിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ ഈ മനുഷ്യൻ കഴിഞ്ഞ കാലങ്ങളിൽ 1300 ഗ്രാം തൂക്കമുള്ളവരെ തലച്ചോറുകൊണ്ട് അതിന്റെ വലിപ്പം കൊണ്ട് പ്രപഞ്ച സീമയെ ശാസ്ത്രത്തിന്റെ ബലിഷ്ഠമായ കാര്യങ്ങൾ ഒതുക്കിയിരിക്കുക. അറിയാമല്ലോ, 289 ദിവസം ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അപ്പുറത്ത് മനുഷ്യൻ സൃഷ്ടിച്ച കൃത്രിമ സ്പേസ് സ്റ്റേഷൻ, ആ സ്റ്റേഷനിൽ കുടുങ്ങിപ്പോയ 4 മഹാന്മാർ, അതിലൊരു വനിതയുണ്ടായിരുന്നു, സുനിത വില്യംസ്. അവര് 8 വർഷത്തെ താമസനാണ് അവിടെ സ്പേസിലേക്ക് പോയത്. അവർ പോയ പേടകം മടങ്ങി ഭൂമിയിലേക്ക് സുരക്ഷിതമായി ഇറക്കുവാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് എന്ന് മനസ്സിലാക്കി 289 ദിവസം അവർ ആ സ്പേസ് സ്റ്റേഷനിൽ കഴിഞ്ഞു. എല്ലാം ദൂരമായി അവർ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവിടെ ട്രംപ് ഗവൺമെന്റ് പ്രത്യേകമായി ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ്പോയിൽ കൂടി കടത്തിവിട്ട അയച്ച പേടകത്തിലൂടെ അവരെ സുരക്ഷിതരായി ഭൂമിയിൽ കൊണ്ട് ഇറക്കി. ഞാൻ പറയട്ടെ, ചന്ദ്രനിലേക്ക്, സ്പേസ് സ്റ്റേഷനിലേക്ക് ആളുകളെ അയക്കുവാൻ, ചന്ദ്രനിലേക്ക് അപ്പോളോ 11 ബഹിരാകാശ പേടകം അയക്കുവാൻ, ചൊവ്വയിലേക്ക് പരിവേഷ ഉപഗ്രഹങ്ങൾ അയക്കുവാൻ, മസ്തിഷ്കം മറിഞ്ഞിട്ട് ശസ്ത്രക്രിയ ചെയ്യുവാൻ, ടെസ്യൂബ് ശിശുവിന് ജന്മം കൊടുക്കുവാൻ, ക്യാൻസറിന്റെ അടിസ്ഥാന കാരണക്കാരായ കോശങ്ങളെ കണ്ടെത്തുവാൻ, മനുഷ്യന്റെ ജനിതകമായ സ്വഭാവഘടനയുടെ രഹസ്യം ദൈവം ഒളിച്ചു വെച്ചിരിക്കുന്ന DNA കീറിമുറിച്ച് ജനിതക താക്കോൽ എന്താണെന്ന് അണിനിരത്തി അവ ഇതാണെന്ന് പറയുവാൻ ഒക്കെ 1300 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കത്തിന്റെ ഉടമസ്ഥനായ മനുഷ്യൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ മരണത്തെ നിർവചിക്കുവാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രം ഇതുവരെ തൃപ്തികരമായി അതിനെ നിർവഹിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾ ഒരു ദിവസം മരിച്ചേ മതിയാവുകയുള്ളൂ. പാപത്തിന്റെ വിഴുപ്പ് കെട്ടി ചുമന്നുകൊണ്ട് പാപഭാഷകളാൽ ബന്ധിക്കപ്പെട്ട നിരാശരായി ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സകലവിധ അസന്മാർഗീയ അധാർമ്മ പ്രവർത്തനങ്ങൾക്കും നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന
അടിസ്ഥാന സ്വഭാവമായ പാപത്തിന്റെ പാശങ്ങളാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ ഒരു ദിവസം എന്ത് ചെയ്യും? പാപത്താൽ ഈ ലോകത്തെ വിട്ട് മരണത്താൽ മാറ്റപ്പെടും. മരണപ്പെട്ട് കഴിയുമ്പോൾ മരണത്തിന്റെ അപ്പുറത്ത് രണ്ട് സ്ഥലങ്ങളുണ്ടെന്നാണ് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്. ഒന്ന് നിത്യമായ യാതനാസ്ഥലം അല്ലെങ്കിൽ നരകം, രണ്ട് നിത്യമായ സന്തോഷം അല്ലെങ്കിൽ സ്വർഗം. ഇത് രണ്ടും രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്, അല്ല കേവലം സാങ്കല്പിക കഥകളല്ല. ചില ആളുകൾ പറയാറുണ്ട് ഇവിടെ തന്നെയാണ് സ്വർഗം, ഇവിടെ തന്നെയാണ് നരകം. അല്ല, ഇതിന്റെ അപ്പുറത്ത് സ്വർഗമുണ്ട്, ഇതിന്റെ അപ്പുറത്ത് നരകമുണ്ട്. ഭാവി ചെന്നെത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് നരകം അല്ലെങ്കിൽ പാതാളം. ഭാവിയായ മനുഷ്യൻ ഭാവിയായി ജനിച്ച് ഭാവിയായി ജീവിച്ച് ഭാവിയായി മനുഷ്യ ബൈബിൾ പറയുന്നു അവന്റെ അവസാനം നിത്യമാകുന്ന യാതനാസ്ഥലം, ഒരിക്കലും കെടാത്ത തീയിൽ ചാകാത്ത പുഴു ഞെരിയുന്ന ഭയാനകമായ നരകാഗ്നി, അതാണ് മനുഷ്യന് വേണ്ടി കാത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നാൽ ഈ ഭൂമിയിൽ ഒരിക്കൽ പാപികളായി ജനിച്ചവരെങ്കിലും പാപത്തിന് ദൈവിക പദ്ധതി പ്രകാരം പരിഹാരം പ്രാപിച്ച മനുഷ്യൻ അവൻ മരിച്ചാൽ മരണത്തിന് അവനെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. മരണത്തിന്റെ അപ്പുറത്തേക്കുള്ള ഭാഗ്യമായ പ്രത്യാശയിൽ നിത്യമായ ശാന്തിയിൽ സമാധാനത്തിൽ മനുഷ്യന്റെ ആത്മാവ് എത്തിച്ചേരും എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഞാൻ വാക്കിൽ ദീർഘിപ്പിക്കുന്നില്ല. മരണം സുനിശ്ചിതമാണ്, സമയം നിശ്ചയമില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ലോക ചരിത്രത്തിൽ മരിക്കാൻ ആഗ്രഹിക്കാതെ ജീവിക്കാൻ ആഗ്രഹിച്ച ദീർഘകാലം ഇനി ഭൂമി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശരീരത്തിൽ നിരവധി പ്ലാസ്റ്റിക് സർജറികൾ മറ്റും ചെയ്യുകയും അതുപോലെ മണിക്കൂറുകൾ ഇടപെട്ട് ഉന്നതന്മാരായ വിശുദ്ധവരന്മാരെ കൊണ്ട് ശരീരത്തിൽ ഏതെങ്കിലും നിലയിലുള്ള രോഗങ്ങളുണ്ടോ എന്ന് നിരന്തരമായി പരിശോധിച്ചുകൊണ്ടിരുന്ന അമേരിക്കൻ സംഗീത ലോകത്തെ പ്രശസ്തനായ പോപ്പ് മ്യൂസിക് കാരനായിരുന്ന മൈക്കിൾ ജാക്സൺ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ 180 വർഷമെങ്കിലും ഈ ഭൂമി ജീവിക്കുന്നതാണ്. ഇവിടുത്തെ യേശുദാസ് പാടിയ പാട്ടുണ്ട്, ഇവിടെ ഇതുപോലുള്ള മനോഹരമായ ചന്ദ്രകളവും താഴ്ന്നുറങ്ങും തീരം എന്ന് പറയുന്ന മനോഹരമായ പാട്ട്. അപ്പം ഇവിടെ ഇനി ഒരു എണ്ണം കൂടെ തരുമ്പോഴാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. ഏതോ ഭാവനാസമ്പന്നായ കവികൾ എഴുതിയിട്ട് സംഗീത ലോകത്തിന് കൊടുത്തിട്ട് സംഗീതം പകർന്ന നമ്മുടെ ഗാനഗന്ധർവനായ യേശുദാസ് പാടി ഇവിടെ തന്നെ ഇനി കുറെ കാലം കൂടെ ജീവിക്കാം. മൈക്കിൾ ജാക്സൺ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 180 വർഷം ജീവിക്കണം. ഇടവിട്ട് അദ്ദേഹം സൗന്ദര്യ വർത്തക വസ്തുക്കൾ ധാരാളം ഉപേക്ഷിക്കും. ശരീരത്തിലെ സ്കിന്നുകളെല്ലാം പൊളിച്ച് പ്ലാസ്റ്റിക് സർജറി ചെയ്തു സൗന്ദര്യ വർദ്ധന വരുത്തി. മരിക്കാതിരിക്കുവാൻ മനുഷ്യ മസ്തിഷ്കം കണ്ടെത്തിയ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും അദ്ദേഹം ഉപയോഗിച്ചു. 12ലധികം ഡോക്ടർമാരെ തന്റെ മനോഹരമായ ദന്തമന്ദിരത്തിൽ അദ്ദേഹം പാർപ്പിച്ച് തന്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ 2009 ജൂൺ മാസം ഒരു പ്രഭാത ദിവസത്തിൽ അദ്ദേഹത്തിന് ഹൃദയസ്തംഭനമുണ്ടായി. ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റിലെ ഒരു CSI ചർച്ചിന്റെ വക പ്രസിദ്ധമായ ഒരു ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി. 50-ാമത്തെ വയസ്സിൽ 180 വയസ്സെങ്കിലും കുറഞ്ഞത് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണം ചെയ്ത മൈക്കിൾ ജാക്സൺ 50-ാം വയസ്സിൽ മരണത്തിന്റെ കരാള കഷ്ടങ്ങൾക്ക് പിടികൊടുത്ത് ഭൂമിയെ വിട്ട് മാറ്റപ്പെട്ടു. നാടൻ പാട്ടുകളെ ജനകീയമാക്കിയ നമ്മുടെ ജനപ്രിയനായ കലാഭവൻ മണി 100 കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിനുണ്ടെന്നാണ് ഇവിടുത്തെ സാമ്പത്തിക ലോകം കണക്കാക്കി പറഞ്ഞിട്ടുള്ളത്. സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യത്തെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന തന്റെ ശരീരത്തിന്റെ ആരോഗ്യ രഹസ്യമായിരുന്ന കാരൽ രോഗം കാർന്ന് തിന്നുകൊണ്ട് അദ്ദേഹം മരണത്തിന്റെ അവസ്ഥ ഏറ്റവും ഒടുവിലത്തെ പണിയിലേക്ക് നടന്നു വെക്കുന്നതും കലാഭവൻ പണിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഹാസ്യ നടിയായി അറിയപ്പെടുന്ന കൽപ്പന അവരെ ഒരിക്കൽ മറക്കാൻ കഴിയില്ല. അവർ മരിക്കുമ്പോൾ ഏക മകൾ പോലും മന്നശയിൽ അവരോട് ഉണ്ടായിരുന്നില്ല. അന്ത്യ നിമിഷത്തിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞില്ല. തമിഴ്നാടിന്റെ ഏറ്റവും പ്രശസ്തയായ ഏറ്റവും അംഗീകാരമുള്ള പരീക്ഷി തലവി എന്നറിയപ്പെടുന്ന ശ്രീമതി ജയലളിത 2 മാസക്കാലം ചെന്നൈയിലെ ആശുപത്രിയിൽ മരിച്ചു കിടന്നോ അതോ മരണശികയിൽ കിടന്നോ ഇന്നും നമുക്കറിയാൻ വയ്യ. പത്രവൃത്താന്തങ്ങൾ പറയുന്നത് മാത്രമേ നമുക്കുള്ളൂ. 10,000 കോടി രൂപയുടെ ആസ്തിയുള്ള ആളാണ്. 10,000 കോടി രൂപയുടെ ആസ്തിയുള്ള ജയലളിതയും പിന്നെ ഹാസ്യ നടിയായി കേരളറിയപ്പെട്ട കൽപ്പനയും നാടൻ ഭാഷകളെ ജനകീയമാക്കിയ കലാഭവൻ മണിയും 180 വർഷമെങ്കിലും ഇനി ഇവിടെ ജീവിക്കുന്നുള്ളത് മൈക്കിൾ ജാക്സണും മരണത്തിന്റെ തണുത്ത കാര്യങ്ങൾ അവരെ സ്പർശിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തെ വിട്ട് മാറുന്നതായി വന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, കൂട്ടിക്കൽ കവളയിൽ ഞങ്ങൾ ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ സൗരസൗരന്മാരെ, ഞാനും നിങ്ങളും ഒരു നാൾ മരണത്തിന്റെ പിടിയിൽ അമർത്തപ്പെടും. മരണം നമ്മെ പിടികൂടും. അരനിമിഷം വിചാരിച്ചാൽ മരണമൊന്നും നിങ്ങളെ തേടി അവർ നിൽക്കുകയില്ല. മരണമെന്ന വാദനയോടെ നിങ്ങൾ ഈ ലോകത്തെ മറുപടിയായി പോകേണ്ടതായി പോയോ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ,
നിങ്ങളുടെ മരണാന്തര ജീവിതം നിങ്ങൾ എവിടെ ചെലവഴിക്കും? നിത്യമായ യാതനാസ്ഥലത്തോ അതോ നിത്യമായ സ്വർഗത്തിലോ? മനുഷ്യന്റെ പാപപ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം എടുക്കുവാൻ മതങ്ങൾക്കും ഇസങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും സാമൂഹിക വ്യവസ്ഥകളെ കൈകാര്യം ചെയ്യുന്ന പരിഷ്കർത്താക്കളായ ആളുകൾക്കും മസ്തിഷ്കമല്ലന്മാരായ സാമൂഹിക ആചാര്യന്മാർക്കും ആർക്കും കഴിയാതെ പോയപ്പോൾ ഇത് സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഈ ഭൂമിയെ സന്ദർശിച്ച് 33 വർഷക്കാലം ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച് പാപമൊഴികെ സകലത്തിലും നമ്മിൽ ഒരുവരെ പോലെ പരീക്ഷിതരായി 33 തിരുവശരീരത്തിൽ മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെ ഭാണ്ഡവും മനസ്സോർന്നെ ചുമലേറ്റുകൊണ്ട് കാൽവല്ലെ മലക്കുരിശിലേക്ക് നടന്നെടുത്ത് 2 കള്ളന്മാർ നടന്ന് ക്രൂശിതനായി അരിമത്തിലെ യോസഫിന്റെ കലയിൽ സംസ്കരിക്കപ്പെട്ട് 3-ാം ദിവസം മരണത്തെ ജയിച്ച് ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ മരണത്തിന്മേൽ ജയഭേര് മുഴക്കുകയാണ്. ജയഭീരനായ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ഞുറപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, എത്ര രക്താന്തരം പോലെ കടിഞ്ഞുറപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും. മതങ്ങൾക്ക്, ഇസങ്ങൾക്ക്, പ്രത്യയശാസ്ത്രങ്ങൾക്ക്, തത്വശാസ്ത്രങ്ങൾക്ക്, മനഃശാസ്ത്ര വിചക്ഷണന്മാർക്ക് ആർക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല. അവരൊക്കെ ഒരു പരിധിവരെ നിങ്ങളെ സഹായിച്ചു വരാം. എന്നാൽ പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ പാപപ്രശ്നത്തിന് സമ്പൂർണമായി പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരേ ഒരു വൈദ്യനെ ഈ ഭൂമിയിലുള്ളൂ. അവനാണ് മരണത്തെ ജയിച്ച് ജയാളിയായി ജീവിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തു. കർത്താവ് പ്രകാരം പറഞ്ഞു, ദ്വാഹിക്കുന്നവരും ഭാര്യമാരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ കർത്താവായ യേശുവിൽ അയാൾ വിശ്വസിച്ച് അവന്റെ അടുക്കൽ വരുന്നവരെ അവർ ഒരു നാളും കൈവിടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2000 വർഷങ്ങളായി സാമൂഹ്യ തിന്മകൾ ചെയ്ത് സമൂഹത്തിലെ ശാപമെന്ന ലോകത്താൽ വിധി എഴുതപ്പെട്ട് ഒരിക്കലും ജനിക്കാനെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് മാതാപിതാക്കൾ ശപിച്ച് പുറന്തള്ളിക്കളഞ്ഞ എത്രയോ യുവതലമുറയെ പ്രയോജനമുള്ളവരായി, ആളുകൾക്ക് പ്രയോജനമുള്ളവരായി, ദൈവത്തിന് പ്രയോജനമുള്ളവരായി, സമൂഹത്തിന് പ്രയോജനമുള്ളവരായി പരിവർത്തനപ്പെടുത്തിയ അനുഗ്രഹീതമായ സന്ദേശമാണ് സുവിശേഷത്തിന്റെ സന്ദേശം. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് മതപരിവർത്തനമല്ല, അത് ഹൃദയത്തിന്റെ പരിവർത്തനമാണ്. നിങ്ങൾ ഏത് വിശ്വാസം നിന്നോട്ടെ അവിടെ തന്നെ നിൽക്കുക. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാകട്ടെ അവിടെ തന്നെ നിൽക്കുക. നിങ്ങളുടെ പള്ളി മാറേണ്ട, മതം മാറേണ്ട, യാതൊന്നും മാറേണ്ട, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഒരു കാര്യം മാത്രം സമ്മതിക്കുക, ഞാൻ ഒരു പാപിയാണ്. എന്റെ പാപത്തിന്റെ ശാശ്വതമായ പരിശാന്തിക്കാണ് നസ്രയനായ യേശു ക്രൂശിന്മേൽ കയറി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്. കർത്താവായ യേശു അങ്ങ് എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങേക്കായി എന്റെ ഹൃദയത്തെയും എന്റെ ജീവിതത്തെയും ഞാൻ സമർപ്പിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് കർത്താവിനിടയിലേക്ക് വിശ്വാസം വരുന്ന ഏവനെയും കർത്താവ് കൈക്കൊള്ളും, സ്നേഹിക്കും, അവന് നിത്യജീവൻ നൽകും. അവന്റെ പാപത്തിന്റെ ഭയാനകമായ കറ തന്റെ പരിപാലനമായ രക്തത്താൽ അവിടുന്ന് കഴുകി നിങ്ങളെ വിശുദ്ധീകരിക്കും. ഈ അഭിനവമായ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ സർവശക്തനായ ദൈവം സർവ്വതാ നിങ്ങൾക്ക് സംഗതിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
കാലങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. പരിശുദ്ധമായ ദൈവമേ, പിതാവേ, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കുട്ടികൾ കടന്നു വന്നു അവരെ ഞങ്ങൾ സന്ദേശം അറിയിക്കുവാനാണ് ദാസനെ ദൈവം ശക്തിയായ സ്തോത്രം. കേട്ട പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കുന്നു. ആരെങ്കിലും സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ ദൈവിക സമാധാനത്താൽ ദൈവം നൽകണം. ബിസിനസ് ചെയ്യുന്ന ടാക്സി ഓടിക്കുന്ന വന്നു പോകുന്ന സകല ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റു സ്ഥലത്തേക്ക് കടന്നു പോകുന്ന ദൈവം സൂക്ഷിക്കും. ദൈവം അനുഗ്രഹിക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.